ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL പ്ലേ ഓഫ് പോരാട്ടങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. സോ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ 4 ടീമുകൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മത്സര ദിവസങ്ങളായി. അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോഴത്തെ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സീസണിൽ അവസാനം കളിച്ച് 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടാണ് GT പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്ക് വരാൻ പോകുന്നത്. സോ 14 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ CSK ആണ് 83 റൺസ് വൻപൻ മാർജിനിൽ ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സോ CSKയോട് 83 റൺസിന് പരാജയപ്പെട്ടതോടുകൂടി ഗുജറാത്തിൻ്റെ ടോപ്പ് 2 ഫിനിഷ് എന്ന മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റിട്ടുള്ളത്. കാരണം 83 റൺസിനാണ് ഇപ്പോൾ തോൽവി വഴങ്ങിയിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും നെറ്റ് റൺ റേറ്റിലും വമ്പൻ തിരിച്ചടി GTക്ക് നേരിട്ടേക്കും. അതോടൊപ്പം തന്നെ നിലവിൽ 18 പോയിൻറ്റ് മാത്രമാണ് 14 റൗണ്ട് മത്സരങ്ങളും അവസാനിക്കുമ്പോൾ GTക്കുള്ളത്. നിലവിൽ 1-ാം സ്ഥാനത്താണെങ്കിൽ പോലും RCBക്കും പഞ്ചാബിനും മുംബൈക്കും അവശേഷിക്കുന്ന ഓരോ മത്സരങ്ങളിൽ വിജയം നേടാൻ, അതായത് RCBക്ക് ഇനി അവസാന മത്സരത്തിൽ SRH ആണ് എതിരാളി. മുംബൈയും പഞ്ചാബുമാണ് നേർക്കുനേർ വരാൻ പോകുന്നത്. സോ ഈ 2 മത്സരങ്ങളിൽ ജയിക്കുന്ന 2 ടീമുകൾ അങ്ങനെ ആദ്യ 2 സ്ഥാനങ്ങളിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ നിലവിൽ ടേബിൾ ടോപ്പേഴ്സായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് ആദ്യ 2 സ്ഥാനങ്ങളിലെ സീസൺ ഫിനിഷ് ചെയ്യാമെന്ന മോഹം അത് പാഴായി പോകും. സോ 83 റൺസിനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ സീസണിൽ അവസാന പോരാട്ടത്തിൽ രാജകീയമായി തന്നെ ഗുജറാത്തിനെ തകർത്തുകൊണ്ട് പടിയിറങ്ങിയിട്ടുള്ളത്. ആദ്യം വരുന്ന CSK 20 ഓവറിൽ 230 എന്ന വമ്പൻ ടോട്ടൽ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ GTയുടെ ഇന്നിങ്സ് 18.3 ഓവറിൽ 147 അവസാനിക്കുകയായിരുന്നു. തുടർച്ചയായിട്ടുള്ള 2ാം അവസാനത്തിൽ സീസണിൽ അവസാനം കളിച്ച 2 മത്സരങ്ങളിലും GTക്ക് പരാജയമാണ് വിധി. ആദ്യം വരുന്ന CSKയ്ക്ക് വേണ്ടി ഡെവാൾഡ് ബ്രൂയിസ് ഒരു ത്രില്ലർ പ്രകടനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം ഒന്നുകൂടി തെളിയിച്ചിട്ടുണ്ട്. 23 പന്തിൽ നിന്ന് 57 റൺസ് എടുത്താണ് സൗത്ത് ആഫ്രിക്കൻ ജൂനിയർ ABD പുറത്തായത്. ഡെവൺ കോൺവേയും ഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 35 പന്തിൽ നിന്ന് 52 റൺസാണ് ന്യൂസിലാൻഡ് താരം നേടിയത്. യുവതാരം ഉർവിൽ പട്ടേൽ 19 പന്തിൽ 37 റൺസ് എടുത്ത് CSKയുടെ ഇന്നിങ്സിന് വേഗം കൂട്ടി. GTക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണ 2ഉം ഷാരൂഖ് ഖാൻ സായി കിഷോർ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിൽ ടൈറ്റൻസിന് വേണ്ടി സായി സുദർശൻ മാത്രമാണ് അല്പമെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്തത്. 28 പന്തിൽ മിസ്റ്റർ കൺസിസ്റ്റന്റ് 41 റൺസാണ് നേടിയത്. യുവതാരം അർഷാദ് ഖാൻ 20ഉം ഷാരൂഖ് ഖാൻ 19 റൺസും നേടിയിട്ടുണ്ട്. CSKയ്ക്ക് വേണ്ടി അൻഷുൽ കമ്പോജ്, നൂർ അഹമ്മദ് എന്നിവർ 3 വിക്കറ്റ് വീതം നേടിയപ്പോൾ രവീന്ദ്ര ജഡേജ 2 വിക്കറ്റും നേടിയിട്ടുണ്ട്. സോ അങ്ങനെ അല്ലെങ്കിൽ 18-ാം സീസണിൽ അവസാന പോരാട്ടം വിജയിച്ചുകൊണ്ട് ടേബിൾ ടോപ്പേഴ്സിനെ അട്ടിമറിച്ചുകൊണ്ട് രാജകീയമായി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ സീസൺ അവസാനിപ്പിച്ചുകൊണ്ട് പടിയിറങ്ങിയിരിക്കുകയാണ്. സോ GTക്ക് അങ്ങനെ മുട്ടൻ പടം തന്നെയാണ് ഇപ്പോൾ ചെന്നൈ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം സോ ടോപ്പ് 2 ഫിനിഷ് എന്ന GTയുടെ മോഹങ്ങൾ അങ്ങനെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അവസാന അല്ലെങ്കിൽ ടോപ്പ് 2 ഡിസൈഡേഴ്സിന് നിർണ്ണയിക്കാൻ പോകുന്ന പോരാട്ടം നമുക്കറിയാം. RCB SRHന് അവസാന പോരാട്ടത്തിൽ 27-ാം തീയതി നേരിടാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചാബും മുംബൈയുമാണ് ഇനി അവസാന പോരാട്ടങ്ങൾ മുഖാമുഖം വരാൻ പോകുന്നത്. സോ RCB SRHനെ പരാജയപ്പെടുത്തുകയും മുംബൈ പഞ്ചാബ് പോരാട്ടത്തിൽ വിജയിക്കുന്ന ടീമും കൂടി അങ്ങനെ ടോപ്പ് 2ലേക്ക് എത്തുമ്പോൾ GTക്ക് നിലവിൽ ടേബിൾ ടോപ്പേഴ്സായിട്ടുള്ള GTക്ക് ആദ്യ 2 സ്ഥാനങ്ങളിലെ ഫിനിഷ് എന്ന മോഹം അത് വെറും മോഹമായി പോകും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.